മൂന്നാമത്തെ ദിവസം തിരിച്ച് ബേസ് ക്യാമ്പിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തിരിച്ചുലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഫുള്ള് ഫ്രോസൺ. ശ്രീകർക്കൊക്കെ തിരിച്ചു പോകുന്ന വഴിയാണ്. തിരിച്ച് ബേസ് ക്യാമ്പിലോട്ട് പോകാൻ വേണ്ടിയിട്ട് വന്ന അതേ റൂട്ട് തന്നെയാണ്. ഈ ഒന്നര 1 മണിക്കൂറോടെ എടുക്കും. 1 മണിക്കൂറിനകത്ത് വെച്ച് ഞാൻ തിരിച്ച് ശ്രീകർക്ക് എത്തും. നമ്മുടെ അന്നപൂർണ സർക്യൂട്ട് ട്രെയിൽ തുടങ്ങിയിട്ട് 10ാം ദിവസമാണിന്ന്. 9ാമത്തെ ദിവസം നമ്മൾ തിലിച്ചോ ലേക്ക് ട്രെയിൽ കഴിഞ്ഞ് തിരിച്ച് ബേസ് ക്യാമ്പ് എത്തി. ബേസ് ക്യാമ്പിൽ നമ്മൾ ശ്രീകർക്ക വന്നു. ശ്രീകർക്കയിലായിരുന്നു ഇന്നലെ നൈറ്റ് നമ്മൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഇന്ന് രാവിലെ ശ്രീകർക്കനെ ഇറങ്ങി ഞാൻ നേരെ പോകുന്ന യാക്കർക്കയ്ക്കാണ്. അപ്പോൾ ശ്രീകർക്കയിൽ നിന്ന് യാക്കർക്ക വരെയുള്ളൊരു ട്രെയിലുണ്ട്. ആ ട്രെയിൽ റൂട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഏകദേശം ഒരു 4-5 മണിക്കൂറാണ് ഇതിൻ്റെ എക്സ്പെക്റ്റഡ് ടൈം പറയുന്നത്. എന്തായാലും നോക്കാം. ഞാൻ ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഇറങ്ങി നടന്നു തുടങ്ങി. അതിപ്പം ട്രെയിൽ റൂട്ടിലാണ്. അത്യാവശ്യം നല്ല വെതറാണിന്ന്. വെയിലുണ്ട്. കാഴ്ചകളൊക്കെ നല്ല മനോഹരമാണ്. അവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. ശ്രീകർക്ക വില്ലേജാണത്. വില്ലേജ് എന്ന് പറയാൻ പറ്റില്ല. ശ്രീകർക്ക എന്നൊരു സ്ഥലം. അവിടെ കുറച്ച് ടൂറിസ്റ്റ് ഏരിയയാണ്. എന്ന് പറഞ്ഞാൽ കുറച്ച് ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഇത്തിരി ഫാൻസിയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം യാക്കറയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മളൊരു മലയുടെയൊക്കെ മുകളിലെത്തി. നമ്മൾ നടന്നു വന്ന വഴി അതാണ്. അതിനെ നടന്ന് ഇതൊരു പഴയ വില്ലേജോ മറ്റുമാണ് കേട്ടോ. കുറേ പൊളിഞ്ഞ ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങളും ഒക്കെ കാണാം. അവിടെ പഴയ വീടുകളൊക്കെ ആയിരുന്നിരിക്കണം. ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല, ആൾത്താമസമൊന്നുമില്ല. ഒരു ഒഴിഞ്ഞൊരു വലിയ പ്രദേശമാണ്. ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ മനാങ് നിന്ന് കണ്ട ഗംഗപൂർണ്ണയുടെ മറ്റൊരു വശം കാണാം. മനാങ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ആ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഗംഗപൂർണ്ണ ഗ്ലേഷ്യർ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഗംഗപൂർണ്ണ. അവിടെ നിന്നുള്ള ഗ്ലേഷ്യർ ഇറങ്ങി വന്ന് താഴേക്ക് അങ്ങനെ പോകുന്നതാണ്. അവിടെയാണ് മനാങ് വരുന്നത്, ആ ഭാഗത്ത്. അപ്പോൾ അവിടെയാണ് നമ്മൾ കണ്ടത്. അവിടെ നിന്നുള്ള വ്യൂ ആണ് നമ്മൾ കണ്ടത്. ഇതിപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. അപ്പോൾ ഇതാണ് മഹത്തായ ഗംഗപൂർണ്ണ. അന്നപൂർണ്ണ 3 ആ ഭാഗത്ത് എവിടെയാണ്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ടാണ് അന്നപൂർണ്ണ 3 ആ നിൽക്കുന്നതെന്ന് തോന്നുന്നു. അതിനുശേഷം അവിടെ ഒരു വലിയൊരു പീക്കപ്പ് ഉണ്ട്. മഹേന്ദ്ര പീക്ക് എന്ന് മറ്റാണ് അതിൻ്റെ പേര്. ഇത് പല സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ആകെ കൺഫ്യൂഷനാണ്. ഇതിന് തൊട്ടി ബാക്കിലോട്ട് ആ നിൽക്കുന്ന ഭാഗമെന്ന് തോന്നുന്നു. അതാണെന്നാണ് എൻ്റെ ഒരു ഊഹം. നടന്ന് ഞാൻ മറ്റൊരു കുന്നിൻ്റെ മുകളിലെത്തി. അപ്പോൾ നമ്മുടെ അസംഷൻ കറക്റ്റായിരുന്നു. തലയുയർത്തി പിടിച്ച് നിൽക്കുന്നത് ഗംഗപൂർണ്ണ. തൊട്ടപ്പുറത്തൊരു ഇരിപ്പിടം പോലെ ടോപ്പിൽ കാണുന്നത് അത് അന്നപൂർണ്ണ 3. അപ്പോൾ ഗംഗപൂർണ്ണ അന്നപൂർണ്ണയായിരുന്നു.
അപ്പോൾ ഇവിടെ നിന്നാൽ കാണാം നമ്മളെ മനാങ് വില്ലേജ്. നമ്മളവിടെ ആയിരുന്നു സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഈ പാലം കയറി ഇപ്പുറം വന്ന് എന്നിട്ടാണ് നമ്മൾ കങ്സാർ വഴി തിരിച്ചുവിലേക്ക് പോയത്. ഇവിടുന്ന് അല്ലാതെ ഒരു റൂട്ട് കാണുന്നുണ്ട്, അത് സ്ട്രെയിറ്റ് തുറങ്കള പോകാനുള്ള റൂട്ടാണ്. അപ്പോൾ നമ്മൾ തിരിച്ചുവിലേക്കിലേക്ക് പോകേണ്ടതുകൊണ്ട് നമ്മൾ അവിടുന്ന് ക്രോസ് ചെയ്തിറങ്ങി കങ്സാർ വില്ലേജ് വഴി പോയിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ മുകളിൽ ഒരു ഇരിപ്പിടം പോലെ ടോപ്പിൽ കാണാം. അതാണ് അന്നപൂർണ 3. ഇതാണ് ഗംഗപൂർണ്ണയുടെ ഗ്ലേഷ്യറാണ് ഇറങ്ങി നിൽക്കുന്നത്. അത് നേരെ താഴെ പോയി ചെറുതായിട്ട് കാണാം. അവിടെ ആ റിവറിൻ്റെ സൈഡിൽ ചെറുതായിട്ട് ചെറിയ ഭാഗം കാണാം ഗംഗപൂർണ്ണ ലേക്കിൻ്റെ. അപ്പോൾ ആ ഗ്ലേഷ്യർ അവിടെ നിന്ന് മെൽറ്റായി ഇറങ്ങി വന്നാണ് ലേക്ക് രൂപപ്പെട്ടത്. അങ്ങനെയാണ് എന്നോട് മനാങ്ങിൽ ഞാൻ താമസിച്ച ദീദി, അവിടുത്തെ സ്ഥലത്ത് ദീദി പറഞ്ഞത്. എനിവേ കണ്ട് ബോധ്യപ്പെടുത്തിയതിൽ അല്ലെങ്കിൽ കൺഫേം ചെയ്തതിൽ സന്തോഷമുണ്ട്. ഇവിടെ നിന്നാൽ കാണാൻ നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്ന് മനാങ് വില്ലേജും പിന്നെ ആ റിവറിൻ്റെ ഇതൊക്കെ നമ്മൾ അന്ന് കയറി വരുന്ന സമയത്ത് കണ്ടതാണ്. അത്രത്തോളം വലിയ വീതിയുള്ള റിവറാണ്, പക്ഷേ കുറച്ച് ഭാഗത്ത് മാത്രമേ വെള്ളം പോകുന്നുള്ളൂ. ചിലപ്പോൾ നല്ല മഴക്കാലമൊക്കെ ആകുമ്പോഴോ അല്ലെങ്കിൽ ഈ മൗണ്ടനിൽ നിന്നുള്ള ഗ്ലേഷ്യറൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് വെള്ളം നിറഞ്ഞൊഴുകി വരുമായിരിക്കും. അങ്ങനെ വന്നപ്പോഴായിരിക്കും ഇത് ഇത്രയും വീതിയായത്. എനിവേ അടിപൊളി, നല്ല വ്യൂ ആണ് ഇവിടെ. എല്ലാ മൗണ്ടൻസും നമുക്ക് കാണാം. നമ്മളിപ്പോഴും ട്രെയിൽ റൂട്ടിൽ തന്നെയാണ് ഉള്ളത്. സീക്കറൊക്കെ യാക്കറൊക്കെ പോകുന്ന റൂട്ട്. മനാങ് വരെ നമുക്ക് റെഡ് ആൻഡ് വൈറ്റ് ആയിരുന്നു ട്രെയിൽ റൂട്ടിൻ്റെ മാർക്കിങ് ചെയ്യുന്നത്. മനാങ് 2ആയിട്ട് തിരിയുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ. അപ്പം തിരിച്ചു പോയിട്ട് തിരിച്ചു വന്ന് യാക്കർക്ക് പോകാനും ബ്ലൂ ആൻഡ് വൈറ്റ് ആണ് അവർ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ റൂട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അന്നപൂർണ്ണ സർക്യൂട്ട് തുടങ്ങിയിട്ട് ഡേ 1 മുതൽ ഒറ്റയ്ക്കാണ് ഞാൻ. ട്രെയിൽ ചെയ്തതിൻ്റെ ഇടയ്ക്ക് വെച്ച് ആരെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ച് മീറ്റ് ചെയ്യും. പക്ഷേ അവരോട് ഒന്നുകിൽ ആരെങ്കിലും ഗൈഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പോർട്ടർ ഉണ്ടാവും, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഒരു കപ്പിളായിട്ടോ അല്ലെങ്കിൽ 3-4 പേരൊക്കെ അവർ ഒരുമിച്ച് വന്നതായിരിക്കും. അപ്പോൾ അവരുടെ പ്രൈവസിയിൽ ഇൻ്റർഫിയർ ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാൻ ചിലപ്പം ഒറ്റയ്ക്കങ്ങ് പോകും. അപ്പോൾ അന്ന് തൊട്ടോ ഡേ 1 തൊട്ട് ഞാൻ ഒറ്റയ്ക്കാണ്. ഒരു പ്രത്യേക ഫീലാണ് ഈ സോളോയ്ക്ക്. ഇങ്ങനെ വാണ്ടറടിച്ച് ഇങ്ങനെ കറങ്ങി നടക്കാം ഇൻ ദ ഹിമാലയാസ്. ഓസം ഫീലിംഗ്, അടിപൊളി. ഇതാണ് ഈ ഹിമാലയൻ റേഞ്ചിലുള്ള ഈഗിൾ. നല്ല വലിപ്പമുള്ള സാധനമാണ്. ഇന്നലെ എൻ്റെ അടുത്ത് ഭായി പറഞ്ഞിരുന്നു ഇതിനെക്കുറിച്ച്. ആളെന്നെ ലക്ഷ്യമിട്ട് വരുവാണോ എന്നറിയില്ല. തന്നെ അയവ എന്താ സൈസ്. ഒരു ഗുദാം ഏരിയ. ഞാൻ അവിടെ നിന്നാണ് വന്നത്. അവിടെ നിന്ന് ഇങ്ങനെ ഈ മലയെല്ലാം കറങ്ങി തിരിഞ്ഞ് വന്ന് ഈ പാലം ക്രോസ് ചെയ്ത് ട്രെക്കിംഗ് റൂട്ടിൻ്റെ ആ ഒരു സിഗ്നൽ മാർക്കിങ് ഫോളോ ചെയ്താണ് വന്നത്. ഇതേ മേപ്പോട്ട് ഇനിയും കയറാനുണ്ട്. ഒരു പശുക്കുഞ്ഞ് പോലും ഇല്ല. നല്ല തണുപ്പ് പിടിക്കുന്നുണ്ട്. ലൈറ്റും പോയി തുടങ്ങി. എത്രയും പെട്ടെന്ന് തുറമുഖത്തേക്ക് എത്തണം. കയറിക്കൊണ്ടിരിക്കുക. ഞാൻ വന്ന വഴിയാണത്. കുറേ ഭാഗം മലയുടെ ബാക്കിലാണ്. പക്ഷെ നിങ്ങൾക്ക് കാണാൻ ഒരു വര കിടക്കുന്നത്. അതെല്ലാം നടന്ന് താഴെ ഇറങ്ങി കയറ്റം കയറി ഇവിടം വരെ എത്തിയതാണ്.
ഇനിയുണ്ട്. ഇത് നടന്ന് അവിടെ ചെറിയൊരു ബിൽഡിംഗ് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിനപ്പുറത്തായിരിക്കാം തുറങ് ഫെരി എന്ന് പറയുന്ന സ്ഥലം.